ഞാൻ ഈ ക്ലാസ് എല്ലാം ഇന്ന് ഒരു കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമായിരുന്നു. ഞാൻ പ്രീ ക്ലാസ് ഇന്ന് ഇത്രയും സമയം ക്ലാസ് ഉണ്ടെന്ന് പഠിക്കുമായിരുന്നു. ഇന്ന് ഇത്രയും സമയം ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പഠിക്കുമായിരുന്നു. ഇന്ന് പറഞ്ഞ 2-3 മണിക്ക് ക്ലാസ് ഉണ്ട്. ഇന്ന് ഈ പറഞ്ഞ 2-3 മണിക്ക് ക്ലാസ് ഉണ്ട് പറഞ്ഞ് ഞാൻ മനസ്സില്ലേ അവിടെ നേരത്തെ തന്നെ അയ്യോ 3 മണിക്കൂറോ പഠിക്കാൻ പറ്റുമോ? 3 മണിക്കൂർ പഠിക്കാൻ പറ്റാതിരിക്കില്ലേ? ആലോചിക്കുമല്ലോ, അത് 2-3 മണിക്കൂറാവോ? ഞാൻ എങ്ങനെ പഠിക്കും? സമയം കടത്തിങ്ങനെ ആലോചിക്കില്ലേ? 2-3 മണിക്കൂറോ ഞാൻ എങ്ങനെ ഇരിക്കും? ശരിയല്ലേ? ഞാൻ 2-3 മണിക്കൂർ 2.5 മണിക്കൂറായല്ലേ? 2.5 മണിക്കൂറായല്ലേ? എന്തെങ്കിലും ക്ഷീണം വന്നോ? ഇല്ലല്ലോ. 2.5 മണിക്കൂറായിട്ടും എന്തെങ്കിലും ക്ഷീണം വന്നോ? ഇല്ല. അതുപോലെയാണ് ഞാൻ പറഞ്ഞ സൺഡേയിലെ ക്ലാസ്. കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ ചെറിയൊരു ബ്രേക്ക് തരും. സ്മാൾ ബ്രേക്സ് എപ്പോഴും ഓരോ ടോപ്പിക്കിൽ തരും. അത് ഈസി ആയിട്ട് പഠിക്കുന്നുണ്ട്. പറ്റണം, പഠിക്കണം, പാസ്സാവണം. സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് സ്റ്റോപ്പ് എവിടെ? ലാസ്റ്റ് എവിടെ സ്റ്റോപ്പ് ചെയ്തു? എക്സാം പഠിക്കുന്നത് പഠിച്ചു. ഏതൊരു പഠിച്ചു? വാർ നടക്കട്ടെ, കുഴപ്പമില്ല, കാണാം. ഫൈൻ മോട്ടോറും ആൻഡ് ഗ്രോസ് മോട്ടോറും ലാംഗ്വേജ് ഡെവലപ്മെന്റോ? ഫൈൻ മോട്ടോറും ആൻഡ് ഗ്രോസ് മോട്ടോറും ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന 3 ചാപ്റ്റർ കിട്ടിയോ? ഫൈൻ മോട്ടോറും ആൻഡ് ഗ്രോസ് മോട്ടോറും ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഫൈൻ മോട്ടോറും ആൻഡ് ഗ്രോസ് മോട്ടോറും ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന 3 സെപ്പറേറ്റ് ചാപ്റ്റർ പഠിച്ചോ? ഫൈൻ മോട്ടോർ ആൻഡ് ഗ്രോസ് മോട്ടോർ ലാംഗ്വേജ് ഡെവലപ്പ് പഠിച്ചല്ലോ. 3 ചാപ്റ്ററിന്റെ പീരീഡ് പഠിച്ചില്ലേ? എക്സാമിന് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഭാഗം അടുത്ത് വീണ്ടും പഠിക്കാൻ പോവുകയാണ്. ഞാൻ ഓരോ ചാപ്റ്റർ ആയിട്ടല്ലേ പഠിക്കുക, ശരിയല്ലേ? എന്നെ പണ്ട് തൊട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ എപ്പോഴും ഓരോ ക്ലാസ് ചാപ്റ്റർ പഠിക്കുക, ശരിയല്ലേ? ഞാൻ എല്ലാ ക്ലാസ്സും ഓരോ ചാപ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കുക. അതുപോലെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന അടുത്തൊരു ചാപ്റ്റർ ആണ് ദ ഡെവലപ്മെന്റൽ തിയറീസ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പേര് കേട്ടിട്ടുണ്ടോ? തിയറിയുടെ പേര് കേട്ടിട്ടുണ്ടോ? എക്സാം ഓരോ ചാപ്റ്ററാണ്, എല്ലാ ചാപ്റ്ററാണ്. ഫൈൻ മോട്ടോർ ചാപ്റ്റർ ആണ്, ദ ഗ്രോസ് മോട്ടോർ ചാപ്റ്റർ ആണ്, ലാംഗ്വേജ് ചാപ്റ്റർ. പഠിക്കുമ്പോൾ ഒരുമിച്ച് പഠിക്കുമെങ്കിൽ ഫൈൻ മോട്ടോർ ഒരുമിച്ച് പഠിക്കുമെങ്കിലും ഗ്രോസ് മോട്ടോർ പഠിക്കുമെങ്കിലും ലാംഗ്വേജ് പഠിക്കുമ്പോഴും ഒരുമിച്ച് പഠിക്കാൻ പാടില്ല, സെപ്പറേറ്റ് പഠിക്കുക. അതുകൊണ്ടാണ് ബ്രേക്ക് ചെയ്ത് പഠിപ്പിക്കുക. കഴിഞ്ഞ 1 മാസമായിട്ട് ഇങ്ങനെ ബ്രേക്ക് ഇല്ലായിരുന്നല്ലോ? ഇല്ല, കഴിഞ്ഞ 1 മാസമായിട്ട് ഇങ്ങനെ ബ്രേക്ക് തന്നിട്ടില്ല. കഴിഞ്ഞ 1 മാസമായിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക് തന്നിട്ടില്ല, ശരിയല്ലേ? തന്നിട്ടില്ല, എനിക്കറിയാം, തന്നിട്ടില്ല. പക്ഷെ പഠിക്കുമ്പോൾ ഇത് പഠിക്കണം. സോ നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ, ദ ഡെവലപ്മെന്റൽ തിയറീസ്. എവിടെയെങ്കിലും ഏതെങ്കിലും പേരറിയാമോ? സൈക്കോസോഷ്യൽ, സൈക്കോസെക്ഷൽ, ശരിയാണ്. ഇങ്ങനെ പഠിച്ചാൽ റീകളക്ട് ചെയ്യാൻ പറ്റില്ലേ? ഓരോ കാര്യം അതിൻ്റെതായ രീതിയിൽ പഠിച്ചാൽ പറ്റില്ലേ? റീകളക്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റോ? ഓരോ കാര്യം അനുസരിച്ച് പഠിച്ചാൽ റീകളക്ട് ചെയ്യാൻ പറ്റും. സോ ഹെഡിങ് ഇട്ടുകൊള്ളുക. ഇൻ ദ ഡെവലപ്മെന്റ് തിയറീസ് മാത്രം പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി. സൈക്കോസോഷ്യൽ ഉണ്ട്, സൈക്കോസെക്ഷൽ ഉണ്ട്, വേറൊന്നുണ്ട് സോഷ്യൽ, സെക്ഷൽ ആൻഡ് ദ മോറൽ. കേട്ടോണ്ടെങ്കിലും സോഷ്യൽ, സെക്ഷൽ, മോറൽ കേട്ടോണ്ടെങ്കിലും സൈക്കോസോഷ്യൽ, സൈക്കോസെക്ഷൽ, സൈക്കോ മോറൽ ഡെവലപ്മെന്റ്. ഇവിടെ ഒന്നിൽ കൂടുതൽ ചോദ്യം സ്ഥലമല്ലേ? ഒന്നിൽ കൂടുതൽ ചോദ്യം സ്ഥലമാണ്. പഠിക്കണം. എക്സാമിന് തിരിച്ചു മറിച്ചേക്ക് ഓപ്ഷനകത്ത് വേണ്ടിയിരിക്കും. സോ നോക്കാം, സൈക്കോ സോഷ്യൽ തിയറി എന്ന് പറയുന്നത് എന്താണ്? സൈക്കോ സോഷ്യൽ തിയറി ആര് പറഞ്ഞാണ്?
ആരോടെ? ഒരു മിനിറ്റ് അടിഞ്ഞ ക്ലാസ് ആണേ. ആ ക്ലാസ്സിലെ പറഞ്ഞു പറഞ്ഞു. ആരുടെ സൈക്കോ സോഷ്യൽ സൈക്കോ സോഷ്യൽ എറിക് എറിക്സ് ആണോ? സൈക്കോ സോഷ്യൽ എവിടെയാ? സൈക്കോ സോഷ്യൽ അവിടെയാ? സൈക്കോ സോഷ്യൽ തിയറി ആരുടേതാ? സൈക്കോ സോഷ്യൽ തിയറി അവിടെ എറിക് എറിക്സൺ അല്ലേ? എറിക് എറിക്സന്റെ അല്ലേ? അല്ലേ? ഈ ചോദ്യം എല്ലാ എക്സാം ചോദിക്കട്ടോ, ഈ ചോദ്യം എല്ലാ എക്സാമിനും ചോദിക്കുക. സിമ്പിളി സൈക്കോ സോഷ്യൽ എന്ന് പറയുന്നത് എറിക് എറിക്സന്റെ ആണ്, മറക്കരുത്. ആ ഒരു വേർഡ് പറയുമ്പോൾ തന്നെ സൈക്കോ സോഷ്യൽ എന്ന് എന്താ? സൈക്കോ സോഷ്യൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ആ ഒരു വേർഡ് പറയുമ്പോൾ തന്നെ സൈക്കോ സോഷ്യൽ എന്ന് പറയുന്ന എക്സാമിൽ സ്ഥിരം ചോദിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ടായിട്ട് ലാസ്റ്റ് പഠിക്കുന്നത്. വേർഡ് പറയുമ്പോൾ എന്താ? സൈക്കോ സോഷ്യൽ. സൊസൈറ്റിയും ബന്ധപ്പെട്ടാണോ? സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണോ? സൈക്കോ സോഷ്യൽ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണോ? സൈക്കോ സോഷ്യൽ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണോ? ആ ഒരു വാക്ക് സിംപിളി ആ ഒരു വേർഡ് പറയുമ്പോൾ തന്നെ സൊസൈറ്റി കുറച്ചല്ലേ, സൊസൈറ്റിയുമായിട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നല്ലേ? ആ ഒരു കുട്ടി സൊസൈറ്റിയുമായിട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നല്ലേ? അല്ലേ? അഡാപ്റ്റേഷൻ ഓഫ് ചൈൽഡ് വിത്ത് സൊസൈറ്റി അല്ലേ? സൊസൈറ്റിയുമായി കുട്ടിയുടെ അഡാപ്റ്റേഷൻ വരുന്നത് സൈക്കോളജിക്കൽ അഡാപ്റ്റേഷൻ ആണോ? സൈക്കോളജിക്കൽ അഡാപ്റ്റേഷൻ ആണോ? സൊസൈറ്റിയുമായിട്ട് കുഞ്ഞിന്റെ സൈക്കോളജിക്കൽ അഡാപ്റ്റേഷൻ ആണല്ലേ? ഒരു സൊസൈറ്റിയുമായിട്ട്, ആ കുഞ്ഞ് ജനിച്ചു വരുന്ന സൊസൈറ്റിയുമായിട്ട് കുഞ്ഞിന്റെ സൈക്കോളജിക്കൽ അഡാപ്റ്റേഷൻ ആണ് എപ്പോഴും സൈക്കോ സോഷ്യൽ തിയറി എന്ന് പറയുന്നത്. ആ ഒരു തിയറി എറിക് എറിക്സന്റെ ആണ് തിയറി അല്ലേ? എറിക് എറിക്സന്റെ ആണ് ഈ തിയറി. അതാണ് കേരള PSC എക്സാം ചോദ്യം. സൈക്കോ സോഷ്യൽ തിയറി എവിടെയാ? അവിടെ എറിക് എറിക്സന്റെ ആണ് സൈക്കോ സോഷ്യൽ തിയറി. മാനസികമായിട്ട് സൊസൈറ്റിയുമായിട്ട് അറിഞ്ഞ് സൊസൈറ്റിയെ മനസ്സിലാക്കൂ എന്നല്ലേ സൈക്കോ സോഷ്യൽ പറഞ്ഞത്? മാനസികമായിട്ട് സൊസൈറ്റി അറിഞ്ഞ് സൊസൈറ്റിയിൽ വളരുക എന്നല്ലേ സൈക്കോ സോഷ്യൽ തിയറി എന്ന് പറയുന്നത്? ആണോ? മാനസികമായിട്ട് സൊസൈറ്റിയെ മനസ്സിലാക്കുക, സൊസൈറ്റി അറിയുക എന്ന് പറയുന്നതാണ് സൈക്കോ സോഷ്യൽ. യെസ്, സിമ്പിൾ ഇതാണ്, വേറൊന്നുമില്ല. സിമ്പിൾ ഇതാണ്. പക്ഷെ നമുക്ക് ചോദ്യം ഇതല്ല. നമ്മുടെ ചോദ്യം എപ്പോഴും വരുന്ന ഭാഗം ഇതല്ല. അറിയാമോ? ഫസ്റ്റ് ചോദ്യം പറഞ്ഞു തന്നു സൈക്കോ സോഷ്യൽ ആരുടേതാ. ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആയി കേൾക്കുക. ഞാൻ ഫസ്റ്റ് പറഞ്ഞു തന്നു സൈക്കോ സോഷ്യൽ ആരുടേതാണെന്ന ചോദ്യം ഒന്നാം വരും. എറിക് എറിക്സൺ അല്ലെ? സൈക്കോ സോഷ്യൽ ആരുടേതാണെന്ന ചോദ്യം ആദ്യം വരും. എല്ലാവർക്കും ഞാൻ എഴുതിയ പീഡിയാട്രിക് നഴ്സിംഗിന്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് കിട്ടിയോ? എല്ലാവർക്കും ഞാൻ എഴുതിയ പീഡിയാട്രിക്കിന്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ പറയുക, അയച്ചത്. അതിനകത്ത് വായിച്ചോ? അല്ലെങ്കിൽ ഇത് അതിനകത്ത് ഇതാരെങ്കിലും വായിച്ചോ? ഉണ്ട്. പേജ് നമ്പർ അറിയാം. 257 പേജ്, 280ഓളം പേജ് രാത്രിയും പകലും എഴുതിയാണ്. വായിക്കും എല്ലാവരും. പേജ് അറിയില്ല. 256 പേജ് രാത്രിയും പകലും എഴുതിയാണ്. വായിക്കുവാരെങ്കിലും? രാത്രിയും പകലും വായിക്കുവാരെങ്കിലും? വായനാശീലം ഇതിന്റെ കൂടെ തന്നെ പഠിക്കുന്നില്ലേ? അത് ഉപകാരപ്പെടും കേട്ടോ. അത് വളരെ ഉപകാരപ്പെടും. എല്ലാ സബ്ജക്റ്റും ഉണ്ട്. റിസർച്ച് ആയാലും, എഡ്യൂക്കേഷൻ ആയാലും, മാനേജ്മെന്റ് ആയാലും, സോഷ്യോളജി ആയാലും, കമ്മ്യൂണിറ്റി ആയാലും, ഈ പറഞ്ഞ പീഡിയാട്രിക് ആയാലും, OBG ആയാലും, റെസ്പിറേറ്ററി ആയാലും, കാർഡിയോളജി ആയാലും എല്ലാം ഞാൻ എഴുതിയ നോട്ടുണ്ട്. വായിക്കുമോ? പഠനമുണ്ടല്ലോ, പലരുടെയും കയ്യിലുണ്ടല്ലോ. കിട്ടാത്തവർ മെസ്സേജ് അയക്കുക, ഞാൻ അയച്ചുതരും. ഇന്നല്ല, നാളെ രാവിലെ. ആ ക്ലാസ്സിൽ മറ്റന്നാ ക്ലാസ് സൺഡേ അറിയാമല്ലോ. അത് പല വർഷത്തെ ഒരു അധ്വാനമാണ്. അറിയാലോ, പല വർഷത്തെ ഒരു അധ്വാനമാണ്. പല ബുക്കുകൾ, പല ടെക്സ്റ്റ് ബുക്കുകൾ, പല റാങ്ക് ഫയലുകൾ, ഇത് ലൈബ്രറി, എല്ലായിടത്തും പോയിട്ട് പല വർഷങ്ങളോട് കൂടി ഞാൻ എഴുതിയ നോട്ടാണ്. വായിക്കുമല്ലോ? വായിച്ചാൽ മാത്രം വായിക്കൂ. പല വർഷങ്ങളെടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയ നോട്ട് വായിക്കൂ. നിങ്ങൾക്കൂടെ പറ്റില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല. അത് അത്ര എഴുതാൻ പറ്റില്ല.
ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് ആയിട്ട് ഓരോ സിസ്റ്റമായിട്ട് ഞാൻ എഴുതി തരാറുണ്ട്. അതുകൊണ്ട് കിട്ടാത്തവർ മെസ്സേജ് അയക്കുക, ഞാൻ അയച്ചുതരാം. ഓക്കെ ഓക്കെ. പക്ഷെ അത് മാത്രം പഠിക്കരുത്, ഇപ്പോൾ നോട്ട് പഠിക്കട്ടോ. ഇപ്പോൾ നോട്ട് ഇത് പ്രൈമറി ആയിട്ടും ഇപ്പോഴുള്ള നോട്ട് പ്രൈമറി ആയിട്ടും അത് സെക്കൻഡറി ആയിട്ട് വയ്ക്കും. വാക്കരണം, ഇപ്പോഴുള്ള നോട്ട് പ്രൈമറി ആയിട്ടും ഇത് പ്രൈമറി ഫോക്കസ് അതും സെക്കൻഡറി ഫോക്കസ് അതുമായിട്ട് വയ്ക്കുമോ? വയ്ക്കും. സോ പഠിക്കുന്നത് സ്റ്റേജസ് ഡെവലപ്മെന്റ് പഠിക്കുന്നത്, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പഠിക്കുന്നത് അല്ലേ? പഠിക്കുന്ന ചാപ്റ്റർ ഏതാ? സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണോ? ആ സ്റ്റേജസ് ഡെവലപ്മെന്റ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലേ? ആരാ പറഞ്ഞത്? എറിക് എറിക്സൺ ഓരോ സ്റ്റേജിനെയും നോക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ ഇൻഫാൻസി എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രായം എത്രയാ? ഇവിടെ നമ്മൾ സാധാരണ പറയുന്ന ഇൻഫാൻസി, ഇവിടത്തെ പ്രായ വ്യത്യാസം ഉണ്ടോ? ഇവിടത്തെ പ്രായം ഇൻഫാൻസി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ എത്ര പറയും? ഏത് ഗ്രൂപ്പാ? നോർമലി ഇൻഫാൻ എന്ന് പറയുമ്പോൾ ഏതാണ്? എന്ത് ബർത്ത് ടു 1 ഇയർ ആണോ? ബർത്ത് തൊട്ട് 1 ഇയർ ആണോ? ബർത്ത് മുതൽ 1 ഇയർ ആണോ? ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റാ. ഇൻഫാൻസി എന്ന് പറയുമ്പോൾ ബർത്ത് ടു 1 ഇയർ ആണോ? അതോ 28 ദിവസം തൊട്ട് 1 ഇയർ ആണോ? 28 ദിവസം മുതൽ 1 ഇയർ ആണോ? ഇൻഫാൻസി എന്ന് പറയുമ്പോൾ ബർത്ത് തൊട്ട് 28 ദിവസമാണോ അതോ 28 ദിവസം മുതൽ 1 ഇയർ ആണോ ഇൻഫാൻസി? ആലോചിച്ച് പറയുക. ഇവിടെ തിയറിയിൽ വ്യത്യാസമുണ്ട്. എപ്പോഴും തിയറി പഠിക്കുമ്പോൾ അറ്റ് ബർത്ത് തൊട്ട് 1 വയസ്സ് എന്താ ഇൻഫാൻസി അല്ലേ? തിയറി പഠിക്കുമ്പോൾ OBG പഠിക്കുമ്പോഴല്ല, തിയറി പഠിക്കുമ്പോൾ എപ്പോഴും ബർത്ത് തൊട്ട് 1 ഇയർ എന്താ? ബർത്ത് തൊട്ട് 1 ഇയർ വിളിക്കാം ഇൻഫാൻസി അല്ലേ? ഏത് ബുക്ക് പഠിച്ചാലും ഈ വർഷം വരെയുള്ള ഏത് ബുക്ക് പഠിച്ചാലും എന്താ? ബർത്ത് തൊട്ട് 1 ഇയർ വരെ പീഡിയാട്രിക് എന്താ? ഇൻഫാൻസി അല്ലേ? പക്ഷെ അവിടെ പഠിക്കുമ്പോ എന്താ? 0 to 20 days എന്താ? 0 to 20 days എന്താണ്? ബർത്ത് തൊട്ട് 28 OBG എന്താ? 0 to 28 days OBG എന്താ? നിയോനേറ്റ്. And 28 days to 1 year എന്താ? 28 days to 1 year എന്താ? ഇൻഫാന്റ്. ഓർമ്മയുണ്ടോ? യെസ്. ഇവിടെ എന്തായിരിക്കും? ഇവിടെ പഠിക്കുമ്പോ ബർത്ത് തൊട്ട് 1 year എന്താ? ഇവിടെ ബർത്ത് തൊട്ട് 1 year എന്താ? ഇവിടെ പഠിക്കുമ്പോൾ തിയറി പഠിക്കുമ്പോൾ തിയറീസ് എന്താ? 0 to ബർത്ത് തൊട്ട് 1 year. തിയറി മാത്രമാണ്, വേറെ ഒന്നും ഓർമ്മിക്കരുത്. കാണാൻ പഠിച്ചത് പോരുത്. കാണാൻ പഠിക്കരുത്. തിയറീസിൽ മാത്രം അത് ബർത്ത് തൊട്ട് 1 year എന്താ? തിയറീസിൽ മാത്രം ബർത്ത് തൊട്ട് 1 year എന്താ? തിയറീസിൽ മാത്രം ബർത്ത് തൊട്ട് 1 year എന്താ? ഇൻഫാൻസി. ഇവിടെ നിയോനേറ്റ് എന്ന പേര് മാത്രം എന്തായിരിക്കും? നിയോനേറ്റ് എന്നും പറഞ്ഞ എന്തായിരിക്കും? 0 to 28 അല്ലേ? 28 അല്ലേ? ആണ്. ഇൻഫാൻസി എന്ന് പറഞ്ഞ ഇവിടെ എന്തായിരിക്കും? ബർത്ത് തൊട്ട് 1 year അല്ലേ? ഇൻഫാൻസി എന്ന് പറഞ്ഞ ഇവിടെ ബർത്ത് തൊട്ട് 1 year വരെയാണ്. ഇവിടെയാണ് ഈ പീഡിയാട്രിക്കിനകത്താണെങ്കിൽ ബർത്ത് തൊട്ട് 1 year വരെയാണ്. ഇത്ര ക്ലിയർ ആയത്? ഞാൻ കൺഫ്യൂഷൻ ആകാതെ 2 കാര്യം പറഞ്ഞു തന്നു. അവിടെയും ഇവിടെ വ്യത്യാസം ക്ലിയർ ആയല്ലോ? ഇൻഫാൻസിൽ എന്താ സൈക്കോ സോഷ്യൽ എലമെന്റ്? ഇൻഫാൻസ് വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിൽ തന്നെ നോക്കിയാൽ മതി. കുഞ്ഞാകാൻ പോകുന്ന ആൾക്കാരും കുഞ്ഞുള്ള ആൾക്കാരും നോക്കി അറിയാം. ആദ്യത്തെ 1 വയസ്സ് വരെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ? സ്റ്റേജസ് നോക്കിയാൽ ആദ്യത്തെ 1 വയസ്സ് വരെ ബർത്ത് തൊട്ട് 1 വയസ്സ് വരെ എന്ത് പ്രശ്നമുള്ളത്? സൊസൈറ്റി പ്രശ്നമുണ്ടോ? ഇവിടെ സൊസൈറ്റിയുമായി എന്ത് പ്രശ്നമുണ്ടോ? സൊസൈറ്റിയുമായി ബന്ധപ്പെടുന്ന പ്രശ്നമുണ്ടോ? ആദ്യത്തെ 1 വയസ്സ് വരെ സൊസൈറ്റിയുമായി ബന്ധ പ്രശ്നമുണ്ടോ?
ആദ്യത്തെ 1 വയസ്സ് വരെ സൊസൈറ്റിയെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇൻഫാന്റ് എന്ന് പറയുമ്പോൾ സൊസൈറ്റി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടോടെ? ഉണ്ടോടെ? ആലോചിച്ച് നോക്കിയേ. ആ കുഞ്ഞ് 1 വയസ്സ് വരെ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. 1 വയസ്സ് വരെ എപ്പോഴും കുഞ്ഞ് നിങ്ങളുടെ കയ്യിൽ മാത്രമല്ലേ എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കാറുള്ളൂ? ആലോചിച്ച് പറഞ്ഞേ. നിങ്ങളുടെ കയ്യിൽ മാത്രമല്ലേ എപ്പോഴും കുഞ്ഞ് ഇരിക്കാൻ ശ്രമിക്കുള്ളൂ? സോ പ്രൈമറി കെയർ ടേക്കറിന് മാത്രമാണ് എപ്പോഴും വിശ്വാസമുള്ളൂ. ദ പ്രൈമറി കെയർ ടേക്കറിന് മാത്രമല്ലേ വിശ്വാസമുള്ളൂ? ആലോചിക്കട്ടെ. ഈ പറഞ്ഞ വീട്ടിൽ കുഞ്ഞ് ജനിച്ച 1 വയസ്സായ സമയത്ത് ദൂരത്തുള്ള ഏതൊരു മാമനോ അമ്മാവനോ വന്നു. ആ കുഞ്ഞിനെ എടുത്ത കുഞ്ഞ് കരയില്ലടേ. ദൂരത്തുള്ള ഏതോ മാമനോ അമ്മാവനോ വന്ന് കുഞ്ഞിനെടുത്ത് കരയാറില്ലടേ. അറിയില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ശബ്ദം അറിയില്ല, കരയാറില്ലടേ. കരയാറില്ലടേ. ഉണ്ടോ? കരയും, ഉറക്കറിയും. അയാൾ പേടിച്ച് അപ്പൊ തന്നെ പോകും. അയാൾ അപ്പൊ തന്നെ പോകും. കഷ്ടപ്പെട്ട് ഇത്ര ദൂരം വന്നതാണ് അല്ലേ? വളരെ ദൂരത്ത് നിന്ന് കഷ്ടപ്പെട്ട് കാണാൻ വേണ്ടി വന്നതാണ്. അതിന്റെ കരച്ച് കേട്ടപ്പോഴും ശരിക്കും ഇനി ശരിയാവില്ല. ഊണ് പോലും വേണ്ട, ഊണ് പോലും വേണ്ട, ഞാൻ പോയേക്കെ, ഇനി നിന്ന് കരഞ്ഞു കൊളോ അല്ലേ? ഞാൻ ദൂരം വന്നതാണ് അല്ലേ? ദൂരം വന്നതാണ് കാണാൻ വേണ്ടി. 10, 500, 1000 കൊടുക്കാം അല്ലേ? എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണുണ്ടായിരുന്നു, പക്ഷെ വാങ്ങിയില്ല. കയ്യിൽ കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. പക്ഷെ കരച്ചു തുടങ്ങി. കൊടുക്കാത്തതുകൊണ്ടാണോ? ഗിഫ്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണോ ഇവ കരയുന്നത്, ഇവള് കരയുന്നത്? എന്ത് സ്വഭാവം അല്ലേ? അവളെ പോലെ തന്നെയാ, അല്ലെങ്കിൽ അവനെ പോലെ തന്നെയാ. അവന്റെ സ്വഭാവം അതുപോലെയാ, അല്ലെങ്കിൽ അവളുടെ സ്വഭാവം അതുപോലെയാ. ഒരു മാറ്റമില്ല. ഞാൻ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ അത് സന്തോഷിക്കുള്ളൂ. ശരിയല്ലേ? അതുകൊണ്ടാണെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ചിരിക്കുള്ളൂ. അതുപോലെയാണ് ആ കുഞ്ഞു. ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ടേ കരയുന്നത്. അനുഭവം ഇറക്കില്ലേ? അനുഭവം ഉണ്ടോ? അനുഭവം ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ ആരെങ്കിലും? ഉണ്ടോ? അനുഭവം ഉണ്ടോ? ആരെങ്കിലും എടുത്താൽ നിലവിളിച്ച് കരയുമോ? ഇതുവരെ ഒന്നും കിട്ടാത്ത പോലെ. അപ്പോഴൊക്കെ ആരെങ്കിലും വന്നിരിക്കും? അമ്മയുടെയും അച്ഛൻ്റെയും മാത്രമേ ഇരിക്കത്തുള്ളൂ. അപ്പോഴൊക്കെ അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. സോ പ്രൈമറി കെയർ ടേക്കറിന് മാത്രം അവൻ എന്തുണ്ട്? വിശ്വാസമുണ്ട്. സോ പ്രൈമറി കെയർ ടേക്കറിന് മാത്രം വിശ്വാസം, അമ്മ അച്ഛൻ മാത്രം. അതല്ലാതെ വേറെ ആരെങ്കിലും കയ്യിൽ പോയി കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല, വിശ്വാസമില്ല, കരയും. സോ നമ്മൾ അതിന്റെ എക്സാം ഒരു ചോദിച്ചു വെക്കുക, എന്താ ഇത്? ട്രസ്റ്റ് വേഴ്സസ് ദ മിസ്ട്രസ്റ്റ് ആണോ? എക്സാമിന് സ്ഥിരം ഞാൻ ഈ പറഞ്ഞ കാര്യം ചോദ്യം വരുന്നത്, അച്ഛനടുത്ത് പോലിടേ, അച്ഛനടുത്ത് പോലിടേ, ആരാടത്? അനു പോലിടേ. ട്രസ്റ്റ് ഇല്ലേ? മിസ്ട്രസ്റ്റ് ആണോ? സോ ആദ്യത്തെ പ്രശ്നം എന്താ? ട്രസ്റ്റ് മിസ്ട്രസ്റ്റ് അല്ലേ? കാരണം എന്നറിയാമോ? ദ ട്രസ്റ്റ് വേഴ്സസ് ദ മിസ്ട്രസ്റ്റ് കാരണം അറിയാമോ? അവന്റെയോ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഏറ്റവും കൂടുതൽ നോക്കുന്നവരാ എപ്പോഴും ദ ട്രസ്റ്റ് വേഴ്സസ് ദ മിസ്ട്രസ്റ്റ് വരാൻ വേണ്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എപ്പോഴും നോക്കുന്നവരാ അമ്മയല്ലേ? 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 അപ്പൊ ഇപ്പൊ ഏറ്റവും ഇപ്പൊ വിശ്വാസാരെ, ഏറ്റവും വിശ്വാസാരായിരിക്കും അമ്മയല്ലേ? 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 അതല്ലേ കാരണം? അതല്ലേ കാരണം? ഇപ്പൊ 1 വയസ്സ് വരെ സൊസൈറ്റിയുമായി ബന്ധമില്ലല്ലോ. 1 വയസ്സും സൊസൈറ്റിയുമായി വിശ്വാസമില്ലായിരിക്കുമല്ലോ. 1 വയസ്സ് വരെ സൊസൈറ്റിയുമായി ഒരു വിശ്വാസം ഇല്ല. ഏറ്റവും വലിയ വിശ്വാസം അമ്മയല്ലേ? അമ്മയല്ലേ? അമ്മയാണ് എടുത്തു കൊണ്ട് നടക്കുന്നതും പാല് കൊടുക്കുന്നതും ആഹാരം കൊടുക്കുന്നതും. അതേസമയം വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അവൻ ശരിക്കും ഈ പറഞ്ഞ എന്താ മിസ്ട്രസ്റ്റ് കാണിക്കുകയല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ചോദ്യം വരും, ബർത്ത് തൊട്ട്
അത് 1 year വരെ എന്താ ട്രസ്റ്റ് തൊട്ട് മിസ്ട്രസ്റ്റ് അല്ലേ? അത് 1 year വരെ എന്തായിരിക്കും? ട്രസ്റ്റ് തൊട്ട് മിസ്ട്രസ്റ്റ് കിട്ടിയോ? ആ ഒരു വാക്ക് പറയാൻ വേണ്ടി മാത്രം ഇത്രയും പറഞ്ഞു. എക്സാമ്പിൾ ഇതാണ്. എപ്പോഴും ചോദ്യം ഇതായിരിക്കും. ട്രസ്റ്റ് തൊട്ട് മിസ്ട്രസ്റ്റ് വരുന്നത് ഈ എത്രാമത്തെ ഏജ് ഗ്രൂപ്പില? ട്രസ്റ്റ് തൊട്ട് മിസ്ട്രസ്റ്റ് വരുന്നത് എത്രാമത്തെ ഏജ് ഗ്രൂപ്പില? ഇൻഫാന്റ് അല്ലേ? അത് പറയാൻ വേണ്ടി ഇത്രയും എക്സാം പറഞ്ഞത്. എനിക്ക് ഇത്രയും മടിച്ചത് ആവശ്യമുണ്ടോ? ഇല്ല, എങ്കിലും പറയാറുണ്ട് എപ്പോഴും. നെക്സ്റ്റ് കാര്യം, അടുത്ത ഏജ് ആരായിരിക്കും? അടുത്ത ഏതാ? ഫസ്റ്റ് ഇയർ ആയിരിക്കും. 0 to 1 അടുത്തായിരിക്കും ടോഡലർ. എത്ര ഏജ് എത്ര ഇവിടെ എത്ര ഏജ്? 1 to 3 years അല്ലേ? 1 to 3 years ടോഡലർ. എന്താ പ്രശ്നം? 1 to 3 years എന്താ പ്രശ്നം? എനിക്കറിയില്ല. കാരണം എനിക്ക് പിള്ളേരില്ല, എനിക്ക് കല്യാണം കഴിച്ചിട്ടില്ല. എന്താ പ്രശ്നം? എന്താ കഴിഞ്ഞ പറഞ്ഞ പ്രശ്നം? എന്താ കല്യാണം കഴിഞ്ഞവർ പറഞ്ഞ എന്താ പ്രശ്നം? എന്താ 1 മുതൽ 3 വയസ്സാകും? എന്ത് പ്രശ്നം? എന്താ 1 മുതൽ? എനിക്കറിയില്ല, പറഞ്ഞേ. സ്വന്തമായി കുറെ കാര്യം ചെയ്യാൻ നോക്കൂടെ? 1 മുതൽ 3 വയസ്സ് വരെ ആകുമ്പോൾ ടോട്ടൽ ആകുമ്പോൾ സ്വന്തമായി കുറെ കാര്യം ചെയ്യാൻ നോക്കുമോ? തുടക്കത്തിൽ അമ്മയുമായി അറ്റാച്ച്മെന്റ് ആണ്. കഴിഞ്ഞ ശേഷം 1 വയസ്സ് കഴിഞ്ഞ ശേഷം പതിയെ ഇത് പിടിച്ചു നിൽക്കാൻ തുടങ്ങാറല്ലോ. പിടിച്ചു നിൽക്കാനും നടക്കാനും ഒറ്റയ്ക്ക് കാര്യം ചെയ്യാൻ നോക്കാറുണ്ടോ? പിടിച്ചു നിൽക്കാനും ഒറ്റയ്ക്ക് നടക്കാനും സ്വന്തമായി കാര്യം ചെയ്യാൻ നോക്കാറുണ്ടോ? ഉണ്ടോ? ഈ സമയത്ത് ടോട്ടലിൽ അവൻ പിടിച്ചു നിൽക്കാനും നടക്കാനും ഒറ്റയ്ക്ക് ചെയ്യാനും നോക്കാറുണ്ടോ? യെസ് ഓർ നോ? ടോട്ടൽ 1 മുതൽ 3 വയസ്സിലാകുമ്പോൾ അവൻ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാനും നടക്കാനും നോക്കാറുണ്ട്. ഉണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവന് അത് തെറ്റിപ്പോകുമോ, അത് ശരിയാകുമോ എന്ന് തോന്നാറുണ്ടോ? ആ സമയത്ത് 1 മുതൽ 3 വയസ്സ് വരെ ആകുമ്പോൾ ടോട്ടൽ പീരീഡിൽ അവൻ തെറ്റിപ്പോകുമോ, ശരിയാകുമോ? ആ ഒരു ക്വസ്റ്റ്യൻ കേരള PCX പ്രീവിയസ് ആണ്. ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. കേട്ടോ? ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. സ്വന്തമായി ശ്രമം നടത്തുകയും അപ്പോൾ താൻ ചെയ്ത കാര്യം ശരിയാകുമോ അല്ലെങ്കിൽ തെറ്റാകുമോ എന്ന് ചിന്തിക്കാറുണ്ടോ? ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. ടോട്ടൽ പീരീഡിൽ 1 മുതൽ 3 വയസ്സ് വരെ ആകുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യം ശരിയാകുമോ അതോ ചെയ്യുന്ന കാര്യം തെറ്റാകുമോ എന്നുള്ള ഡൗട്ട് വരാറില്ലേ? അതല്ലേ കേരള PSC എക്സാമിന് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന ചോദ്യം എല്ലാവരും കണ്ടിട്ടുണ്ടോ? സ്വന്തമായി ശ്രമം തുടരും. ചെയ്യുന്ന സമയത്ത് വീഴുമോ? ഞാൻ ആ സാധനം എടുത്താൽ ശരിയാകുമോ? ഞാൻ എടുത്താൽ ഇന്ന് പ്രശ്നം ഉണ്ടാവുമോ? പ്രശ്നം വരുമോ എന്ന് ചിന്തിക്കാറില്ലേ? അതല്ലേ കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം. ഓട്ടോണമി ഷെയിം ആൻഡ് ഡൗട്ട്. കണ്ടിട്ടുണ്ടോ? അറിയാം. ടോട്ടൽ സമയത്ത് എഴുന്നേൽക്കാനും ഇരിക്കാനും നടക്കാനും തുടങ്ങിയില്ലേ? ടോട്ടൽ സമയത്ത് എഴുന്നേൽക്കാനും നിൽക്കാനും നടക്കാനും തുടങ്ങിയോ? ഇനി ചെയ്യുന്ന കാര്യം ശരിയാണോ, എനിക്കുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള സംശയം വരാറില്ലേ? ടോട്ടൽ സമയത്ത് എഴുന്നേൽക്കാനും ഇരിക്കാനും നടക്കാനും തുടങ്ങിയില്ലേ? ആ സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണോ, എനിക്ക് ചില കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഡൗട്ട് വരാറില്ലേ? അറിയാം. ചില കുട്ടികൾ അല്പം നടന്ന ശേഷം നിൽക്കാറുണ്ടോ? കണ്ടു കാണും. ചില കുട്ടികൾ കുറച്ച് നടന്നിട്ട് അവിടെ നിൽക്കാറുണ്ടോ? കണ്ടുണ്ടോ? ചില കുട്ടികൾ ശകലം നടന്നിട്ട് നിൽക്കാറുണ്ട്. ചില കുട്ടികൾ ശകലം നടന്ന ശേഷം നിൽക്കാറുണ്ട്. കണ്ടുണ്ടോ? ചില കുഞ്ഞുങ്ങൾ ശകലം മുന്നോട്ട് നടന്ന ശേഷം നിന്നിട്ട് തിരിഞ്ഞു നോക്കും. നോക്കാറോ എല്ലാവരെയും?
കണ്ടുണ്ടോ? ശകലം മുന്നോട്ട് നടന്നിട്ട് തിരിഞ്ഞ് നോക്കാറുണ്ട്. എല്ലാരും ഉണ്ടോ ഇവിടെ? എല്ലാരും ഉണ്ടോ? പോയില്ലേ വെളിയിൽ? ഇവിടെ തന്നെ ഉണ്ടോ? അങ്ങനെ അതാണോ? എന്നെ നോക്കുകയാണോ? ഞാൻ നടക്കും ആണോ? അതാണോ? ആരും പോയില്ല ഇവിടെ നിന്ന്, അതാണോ? കണ്ടു കാണും. കുറച്ച് നടന്ന ശേഷം പിന്നെ അവിടെ നിൽക്കുക. എന്തുകൊണ്ടാ? മുന്നോട്ട് നടക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയാണോ? നോക്കാൻ വേണ്ടിയാണോ? ഡൗട്ട് ഡൗട്ട് ശ്രമിക്കുമല്ലേ? ടോളറിൽ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ഇനി ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഷെയിം ആൻഡ് ഡൗട്ട് വരാറില്ലേ? ഇനി ഞാൻ നടന്നാൽ എന്നെ ആ മാമൻ എന്തെങ്കിലും വിചാരിക്കോ? മാമൻ വന്നു, ഞാൻ നടന്നു കഴിഞ്ഞാൽ എന്നെ എന്തെങ്കിലും വിചാരിക്കോ? ഇന്ന് നടക്കും. ഷെയിം ആൻഡ് ഡൗട്ട് വരാറില്ലേ? അവിടെ വന്നിരിക്കുന്ന ആ മാമൻ ഞാൻ നടന്നാൽ എന്നെ എന്തെങ്കിലും വിചാരിക്കോ? നടക്കണോ? വേണ്ടേ? വേണ്ട. അത് നടക്കാം, നടക്കാം, വേണ്ട. അതേ പറയില്ല. ഷെയിം ആൻഡ് ഡൗട്ട് വരുന്നത് എപ്പോഴാ? ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഇത് ചെയ്താൽ തെറ്റിപ്പോകുമോ എന്ന പ്രശ്നം പറഞ്ഞപ്പോഴാ? ടോളറല്ലേ? ചെയ്താൽ ശരിയാകുമോ അല്ലെങ്കിൽ തെറ്റിപ്പോകുമോ എന്ന ഷെയിം ആൻഡ് ഡൗട്ട് വരുന്നപ്പോഴാ? ടോളർ ഫീലാണ് 1 to 3 years എപ്പോഴും ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് വരുന്നത്. ചോദ്യം വരും, ദ ഓട്ടോണമി വേഴ്സസ് ദ ഷെയിം ആൻഡ് ഡൗട്ട് വരുന്ന ടൈം എത്രയാ? 1 to 3 years അല്ലെങ്കിൽ ടോളർ. കിട്ടിയോ? അനുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ കാര്യം. ആർക്കെങ്കിലും അനുകൊണ്ടോ? വീട്ടിൽ ആരെങ്കിലും വന്നു, ആ കുട്ടി ശകലം നടക്കും, നിൽക്കും. അനുകൊണ്ടോ? ആർക്കില്ല. പുതുതായിട്ട് ആരോ വന്ന സമയത്ത് ആ കുഞ്ഞ് നടക്കും, നിൽക്കും, നോക്കെല്ലാരും. ആരാ അത്? അനുകൊണ്ട് ഇറങ്ങില്ലേ? അനുഭവം ഉണ്ടോ? അനുഭവം ഉണ്ടോ? ഞാൻ വിളിക്കാതെ വന്ന ആളാണല്ലോ അത്. എന്നെ കാണാൻ വന്നതാണോ? ഒന്നും കൊണ്ടുവന്നില്ലേ? നിക്കി അവിടെ. വെറും കൈയോടെയാണ് വന്നത് അല്ലേ? വെറും കൈയോടെയാണ് വന്നത്. അറിയോ? ഇറങ്ങിയത് അറിയാമോ? എവിടെ? ഇല്ല, കുട്ടികളില്ലേ? ആർക്കും കുട്ടികളില്ലേ? ആർക്കും കുട്ടികളില്ലേ? ഉണ്ടല്ലോ. ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പം ഞാൻ ഒരുന്നാ മാറും കേട്ടോ. ഇവർ കുട്ടിയാകുമ്പോൾ ഞാൻ കുട്ടികളായി മാറും. പീഡിയാട്രിക്കിൽ കുട്ടിയായി മാറും, സൈക്കാട്രിയിൽ ഒരു ഭ്രാന്തനായി മാറും. ഉണ്ടോ? ഓരോ പഠിപ്പിക്കുമ്പോ അതായി മാറും. സൈക്കാട്രി ആകുമ്പോ എന്താണെന്നറിയാമോ? ഒരു ഭ്രാന്തനായി മാറും. വേണോ? ആണോ? ആരായിരിക്കും? ഏത് സിനിമ ഉണ്ടല്ലോ അത്? ഏതോ സിനിമ ഉണ്ടല്ലോ, നമ്മൾ നാഗവല്ലി അല്ലേ? നാഗവല്ലി, നാഗവല്ലി ഉണ്ടോ? ഇൻഫാന്റ് പറഞ്ഞു, ടോഡർ പറഞ്ഞു, ഇങ്ങനെയുണ്ട്. ഇൻഫാന്റ് പറഞ്ഞു, ടോഡർ ഉണ്ട്, അർത്ഥമുണ്ട്. പ്രീ സ്കൂൾ എക്സാമിന്റെ തലേദിവസമാകുമ്പോ നിങ്ങളായി മാറും നാഗവല്ലി. എക്സാമിന്റെ തലേദിവസമാകുമ്പോൾ ആ തലമുടിയെല്ലാം ഇങ്ങനെ പൊക്കിയിട്ട് എന്താണ് നാഗവല്ലി നിങ്ങളാവും കേട്ടോ. എക്സാമിന്റെ തലേദിവസം നിങ്ങളായിരിക്കും നാഗവല്ലി. നോക്കിയോ? ആ മുടിയൊക്കെ ഇങ്ങനെ പറക്കും. അല്ലടേ, യാരത്? യാരത്? ഞാൻ സാർ, സാറാണ് ഞാൻ. സാർ കരക്ക് ഞാനാണ് സാർ. നോട്ട് അയക്കുക, പഠിക്കുക. കരക്ക് പുറത്ത് എവിടെ പോവാൻ അല്ലേ? ശരിയല്ലേ? എക്സാമിനാവുന്ന സമയത്ത് ഞാൻ വരും സമയത്ത് യാരത്? ഞാൻ സാറാണ്. അപ്പൊ പഠിപ്പിക്കാൻ വന്നതാണ്. കടക്ക് പുറത്ത് പറയുമായിരിക്കും. ഇപ്പോഴേ ആയില്ലേ? അത് ആകാതിരിക്കാൻ വേണ്ടിയാണ് 8, 9, 10, 11, 12 8, 9, 10, 11 കയ്യില്ലേ ആകാതിരിക്കാൻ പറയുന്നത്. സോ നെക്സ്റ്റ് പ്രീ സ്കൂളർ അല്ലേ? പ്രീ സ്കൂളർ ഇൻഫാന്റായി, ടോളറായി. പ്രീ സ്കൂളിന്റെ പ്രായം ഏതാ? പ്രീ സ്കൂളിൽ പ്രായം ഏതാ? പ്രായം 1 ആണോ 2 ആണോ 3 ആണോ? ഏതാണ് പ്രായം? 3 മുതൽ 6 വയസ്സല്ലേ? പ്രീ സ്കൂളിന് എത്ര പ്രായം? 3 മുതൽ 6 വയസ്സ്. 6 വയസ്സായി. ഒരു കുഞ്ഞ് എത്ര കൂടെ വളരണല്ലേ? വളർന്ന് വലുതാവേ, വളർന്ന് പന്തലിക്കണവൻ. 3 മുതൽ 6 വയസ്സായി. എന്ത് പെട്ടെന്നല്ലേ? അരമണിക്കൂറുകൊണ്ട് കുഞ്ഞ് വളർന്ന് വലുതാവുകയാണ്. എന്ത് നന്നായിരുന്നു അല്ലേ? പ്രായമാവാറായി. വളരെയാണ് അവൻ പെട്ടെന്ന് തന്നെ. ഇതുപോലെ സംഭവിച്ചതെങ്കിൽ ഞാൻ എത്ര രക്ഷപ്പെട്ടല്ലേ? നിങ്ങളല്ലേ? ഞാനല്ല, നിങ്ങൾ.
ഇതുപോലെയൊക്കെ പെട്ടെന്നായിരുന്നെങ്കിൽ ഞാൻ എത്ര രക്ഷപ്പെട്ടായിരുന്നു. ആ ശല്യത്തിന് കാരണം പഠിക്കാൻ പറ്റുന്നില്ല അല്ലേ? ആ ശല്യം കാരണം പഠിക്കാനേ പറ്റത്തില്ല. എപ്പോഴും ഇങ്ങ് വാ ഇങ്ങ് വാ, ശരിയാണോ? എന്റെ നിങ്ങളാര്? എനിക്കില്ല. ആണോ? എനിക്കില്ല. സോ ദ ടോട്ടൽ എന്തായിരിക്കും? പഠിച്ചില്ലേ? ദ പ്രീ സ്കൂൾ എന്തായിരിക്കും? അവൻ സ്വന്തം കാര്യം നോക്കാൻ സമയം എന്താ? സ്വന്തം കാര്യം നോക്കുന്ന സമയം എപ്പോഴാ? സ്വന്തം കാര്യം നോക്കാറുണ്ടോ? ഇവിടെ ദ പ്രീ സ്കൂൾ സ്വന്തം നോക്കാറുണ്ടോ? ദ പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ പ്രായം 3 മുതൽ 6 വയസ്സ് വരെയാണ്. പ്രായം 3 മുതൽ 6 വയസ്സ് സ്വന്തം നോക്കാറുണ്ടോ? സ്വന്തം കാര്യം നോക്കാറുണ്ടോ? 3 മുതൽ 6 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ദ പ്രീ സ്കൂളിൽ അവൻ സ്വന്തം കാര്യം നോക്കാറുണ്ടോ? യെസ് ഓർ നോ? ഉണ്ടോ? ഇവിടെ ഉണ്ടോ? 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 യെസ് ഉണ്ടല്ലോ. ഉണ്ടോ? അത്യാവശ്യം കഴിവില്ലേ? അത്യാവശ്യം ചെയ്യാൻ കഴിവില്ലേ? അത്യാവശ്യമായി സ്വന്തം ചെയ്യാൻ കഴിവുണ്ടെങ്കിലും അവന്റെ പ്രശ്നം എന്താണ്? അത്യാവശ്യമായി സ്വന്തം കാര്യം ചെയ്യാനുണ്ടെങ്കിലും അവന്റെ പ്രശ്നം എന്താണ്? അവിടെയാണ് കേരള പി സി എക്സാമിന്റെ പ്രീവിയസ് ചോദ്യം. ദ ഇനിഷ്യേറ്റീവ് ബേസസ് എന്താ? ഗിൽറ്റ് ആണോ? അവിടെ കേരള പി എസ് സി എക്സാം പ്രീവിയസ് ചോദ്യം. പ്രീ സ്കൂളിന്റെ പ്രശ്നം എന്താ? ഇനിഷ്യേറ്റീവ് ബേസസ് ഗിൽറ്റ് ആണോ? എന്തായിരിക്കും ഇത്? അവിടെയാണ് കേരള പി എസ് സി എക്സാം പ്രീവിയസ് ചോദ്യം വരുന്നത്. ഇത് പ്രീ സ്കൂളിൽ പ്രധാന പ്രശ്നം എന്താ? ഇനിഷ്യേറ്റീവ് ബേസ്ഡ് ഗിൽറ്റ് ആണോ? എന്താ എന്താ? നിങ്ങളുടെ കുട്ടി ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്ത് ശരിയാകുമോ ഇല്ലയോ എന്ന ചിന്താഗതിയാണോ? നിങ്ങളുടെ കുഞ്ഞ് ഒരു കാര്യം അവന് ചെയ്യണമെന്നുണ്ട്, അവനോ അവൾക്കോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് ചെയ്താൽ ശരിയാകുമോ ഇല്ലയോ എന്ന ചിന്താഗതി വരുന്ന എപ്പോഴാ? അത് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോയി പണിഷ് ചെയ്യുമോ എന്ന് ആരെങ്കിലും വഴക്ക് പറയും, നിങ്ങൾ തന്നെ വഴക്ക് പറയുമോ എന്ന് ചിന്താഗതി വരുന്ന പ്രായം ഏതാണ്? ഇത് പ്രീ സ്കൂളർ അല്ലേ? പ്രീ സ്കൂൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങളുടെ മോളോ മോനോ, എനിക്ക് മോളെ ഇഷ്ടം, ആ ഒരു മോള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വഴക്ക് പറയുമോ? എന്തെങ്കിലും കാര്യം ചെയ്താൽ അത് തെറ്റിപ്പോയാൽ വഴക്ക് പറയുമോ എന്ന് പറയുന്ന അവസ്ഥ എന്താ പ്രീ സ്കൂൾ വരുന്നത്? ഇനിഷ്യേറ്റീവ് ഗിൽറ്റ് അല്ലേ? അല്ലെ? ഒരു കാര്യം ചെയ്യണമുണ്ട്, ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ ഇല്ലയോ എന്ന ചിന്താഗതി വരുന്നപ്പോഴാ? ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ തെറ്റിപ്പോകുമോ എന്ന ചിന്താഗതി വരുന്ന ദ ടൈം പീരീഡ് എപ്പോഴാ? ഇനിഷ്യേറ്റീവ് ബേസ്ഡ് ഗിൽറ്റിൽ എവിടെ വരുന്ന? പ്രീ സ്കൂളർ അല്ലേ? പ്രീ സ്കൂളർ അല്ലേ? പ്രീ സ്കൂളർ അല്ലേ വരുന്നത്? തെറ്റിപ്പോയാൽ പണിഷ് ചെയ്യും, അത് ശരിയല്ലേ? അടിയരും, അമ്മ അടിയരും, അച്ഛൻ അടിയരും, ശരിയല്ലേ? ശരിയാണോ? ഫീലിംഗ് ഓഫ് ബി പണിഷ്ഡ് വരുന്ന എവിടെയാ? പ്രീ സ്കൂളർ അല്ലേ? പ്രീ സ്കൂളർ അല്ലേ? എസ് അല്ലേ? ആലോചിച്ചോടെ, ആലോചിച്ചോക്കെ. നിങ്ങൾ ഈ പറഞ്ഞ ഇത് ടോട്ടലാണെങ്കിൽ ടി വി വെച്ച് കൊടുത്ത് ഞാൻ കണ്ടിരിക്കില്ലേ? ടോളറാണെങ്കിൽ ടി വി വെച്ച് കൊടുത്ത് കണ്ടിരിക്കില്ലേ? ഇരിക്കും. പക്ഷെ ഇത് പ്രീ സ്കൂളറാണെങ്കിൽ ആ റിമോട്ട് എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കറില്ലേ? പ്രീ സ്കൂളറാണെങ്കിൽ ടി വി കാണുകയും ചെയ്യും, റിമോട്ട് എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ച് പൊട്ടിക്കാറില്ലേ? വഴക്ക് പറയാറില്ലേ? വഴക്ക് പറയാറില്ലേ? വഴക്ക് പറയാ. എക്സാമ്പിൾ അതാണ്, എന്റെ എക്സാം എപ്പോഴും സിമ്പിളാണ്. ടോളർ ആണെങ്കിൽ ടി വി വെച്ചുകൊണ്ട് കണ്ടോണ്ടിരിക്കും. എന്താണോ വെക്കുന്നത്, സീരിയലാണോ കാണാം, കുഴപ്പമില്ല, അമ്മ കാണുന്നതല്ലേ, ശരിയായിരിക്കും, കണ്ടോണ്ടിരിക്കും. പക്ഷെ ഈ പറഞ്ഞ ഇത് പ്രീ സ്കൂളർ എന്ത് ചെയ്യും? സീരിയലോ റിമോട്ട് എടുത്ത് ദൂരെ എറിയും, പൊട്ടിക്കും, ശരിയാണോ? ഇപ്പൊ ആർക്ക് അനുഭവമുണ്ടോ? അനുഭവം ഇറക്കിയില്ലേ? അനുഭവമുണ്ടോ? അനുഭവമുണ്ടോ? ടോളർ ആണെങ്കിൽ അമ്മ കാണുന്ന സീരിയലാണോ കണ്ടോണ്ടിരിക്കുക, പക്ഷെ പ്രീ സ്കൂൾ ആണെങ്കിൽ കാണണ്ട, റിമോട്ട് എടുത്ത് എറിഞ്ഞു പൊട്ടിക്കും. അപ്പൊ അനുഭവം ഉണ്ടോ? അനുഭവിക്കുന്നല്ലേ? അനുഭവിക്കുന്നുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ഉണ്ടോ? പ്രീ സ്കൂൾ സമയത്ത് എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുമ്പോ ടി വി റിമോട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്നെ വഴക്ക് പറയുമോ എന്നൊരു പേടിയും ചിന്താഗതി വന്നപ്പോഴാ? എന്നെ വഴക്ക് പറയുമോ എന്ന പേടിയും ചിന്താഗതിയും വരുന്നപ്പോഴാ? പ്രീ സ്കൂളർ അല്ലേ? എത്ര ആണോ?
കിട്ടിയോ? നാലാമത്തെ ആളാരാ? സ്കൂൾ ഏജ് അല്ലേ? നാലാമത്തെ ആളാരാ? സ്കൂൾ ഏജ് വലുതായി. ഇവിടെയെല്ലാം ഇമ്പോർട്ടന്റ് കാര്യം എന്താ? ഇവിടെയെല്ലാം കണ്ടപ്പോൾ എന്താണ് ഇമ്പോർട്ടന്റ് തോന്നിയത്? ഇവിടെയെല്ലാം ഞാൻ സ്റ്റേജസ് പറഞ്ഞപ്പോൾ ഇമ്പോർട്ടന്റ് ആയ കണ്ട കാര്യം എന്താ? ദ ട്രസ്റ്റ് വേഴ്സസ് ദ മിസ്ട്രസ്റ്റ് വരുന്ന എവിടെയാ? ദ ട്രസ്റ്റ് വേഴ്സസ് ദ മിസ്ട്രസ്റ്റ് വരുന്ന സ്റ്റേജാ? ഇൻഫാന്റ്. നെക്സ്റ്റ്, ഓട്ടോണമി വേഴ്സസ് ദ ഷെയിം ആൻഡ് ഡൗട്ട് വരുന്ന എവിടെയാ? ഓട്ടോണമി വേഴ്സസ് ദ ഷെയിം ആൻഡ് ഡൗട്ട് വരുന്ന എവിടെയാ? ടോളറൻസ്. ഇനിഷ്യേറ്റീവ് വേഴ്സസ് ദ ഗിൽറ്റ് വരുന്ന എവിടെയാ? പ്രീ സ്കൂൾ. പക്ഷേ എവിടെയെങ്കിലും പോയിട്ട് അത് മാത്രം പറഞ്ഞാൽ ഇത്രയും മനസ്സിലാവും? അത് മാത്രം പറഞ്ഞാൽ ഇത്രയും എക്സാമ്പിൾ ഇല്ല മനസ്സിലാവും? ഇല്ല. കാണാൻ പഠിക്കല്ലേ? കാണാൻ പഠിക്കാതിരിക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞാൽ. ഞാൻ കുഞ്ഞായിട്ട് ഓരോ കാര്യം പറയാം. ഞാൻ എന്താ സഞ്ചരിച്ച പാതയിൽ കൂടെ എല്ലാം പറയും. സൈക്കാട്രി ആകുമ്പോ അതേ ഉള്ളൂ കേട്ടോ. സൈക്കാട്രി എന്തറിയാമോ? അങ്ങനെ പോകും. സിസോഫ്രീനിയ, മേനിയ, എന്താ ബൈപ്പോളർ, അതുവരെ സഞ്ചരിക്കും കേട്ടോ. അതുവഴി എല്ലാം സഞ്ചരിച്ച് പാരാത്രയെല്ലാം പഠിപ്പിക്കും. ഞാനോ അതുപോലെ പോകും കേട്ടോ. ഇതെങ്ങനെ? അതെങ്ങനെയല്ലേ? അത് എങ്ങനെയാ? സോ സ്കൂൾ എന്താ? സ്കൂൾ പ്രായം എന്താ? സ്കൂളിൽ പ്രായം എത്ര? സ്കൂൾ ദ ഫോർത്ത് സ്റ്റേജ് സ്കൂളിൽ പ്രായം എത്ര? ഇൻഫാൻസിൽ ആരെ ഇമ്പോർട്ടന്റ്? ഇൻഫാൻസ് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് മദർ ആണോ ഫാദർ ആണോ? ഇത് ഇൻഫാൻസിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് മദറോ ഫാദർ ആണോ ചോദിക്കട്ടെ? ഇൻഫാൻസിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇൻഫാൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് മദറോ ഫാദർ ആണോ? മദർ. പക്ഷേ ഇത് ടോട്ടൽ ആരാ? ടോട്ടൽ അച്ഛനും അമ്മയുണ്ടോ? ടോട്ടൽ അച്ഛനും അമ്മയുണ്ടോ? ഉണ്ടോ? പിന്നെ ആരാ ടോട്ടൽ? ആരാ ടോട്ടൽ? ആരുമില്ലേ? ടോട്ടൽ അവൈലബിൾ ഓൺലി. സ്കൂളിലല്ലേ എപ്പോഴും ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയർ എടുത്തത്? അപ്പൊ ആരായിരിക്കും? സ്കൂൾ ഗോയിങ് ഏജിൽ ആരായിരിക്കും? ആൺകുട്ടിയാണെങ്കിൽ ആരുടെ? ആൺകുട്ടിയാണെങ്കിൽ ആരുടെ അടുത്തായിരിക്കും ഇഷ്ടം കൂടുതൽ? ആൺകുട്ടികൾ അമ്മയാണോ? അമ്മ. അത് പെൺകുട്ടിയാണെങ്കിലോ അച്ഛൻ. ശരിയല്ലേ? സ്കൂൾ ഗോയിങ് ഏജിൽ എപ്പോഴും ആൺകുട്ടിയാണെങ്കിൽ എപ്പോഴും അമ്മയോടും, അത് പെൺകുട്ടിയാണെങ്കിൽ ഏറ്റവും ഇഷ്ടമാണ് അച്ഛനോട്. ഒരു അനുഭവമുണ്ടല്ലോ എല്ലാവർക്കും? അനുഭവമുണ്ടോ? ഉണ്ടോ? അപ്പോ ഇത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാര്യം ചെയ്താൽ എന്താണ് അത്? എന്താ ശരിയായി പോകുന്നതാണോ? ചെറുതായി പോകുമോ? അത് മറ്റുള്ളവരുടെ മുമ്പിൽ എന്താണ് ചെറുതായി തോന്നാറില്ലേ? ഇൻഡസ്ട്രി വെസ് ഇൻഫീരിയർ പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു തോന്നാറില്ലേ? ഞാൻ എന്തെങ്കിലും ചെയ്ത് ശരിയാകുമോ? അത് മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു പോകുമോ എന്ന് ചിന്ത വരാറില്ലേ? എപ്പോഴും ഉണ്ടോ? അനുഭവമാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള മുമ്പിൽ താഴ്ന്നു പോകുമോ എന്ന ചിന്താഗതി പണ്ട് സ്കൂൾ ഗോയിങ് ഏജിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്താൽ മറ്റുള്ള മുമ്പിൽ താഴ്ന്നു പോകുമോ, ശരിയാകുമോ, തെറ്റായി പോകുന്നുണ്ടെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്താണ് ഇൻഫീരിയർ കോംപ്ലക്സ് ഡെവലപ്പ് വന്നപ്പോഴാണ്? ഇൻഫീരിയർ കോംപ്ലക്സ് ഡെവലപ്പ് ആവുന്ന സ്റ്റേജ് എന്താ? ഇൻഫീരിയർ കോംപ്ലക്സ് ഡെവലപ്പ് ആവുന്ന സ്റ്റേജ് സ്കൂൾ ഗോയിങ് ഏജ് അല്ലേ? സ്കൂൾ ഗോയിങ് ഏജ് എപ്പോഴും ഇൻഫീരിയർ കോംപ്ലക്സ് ഡെവലപ്പ് ആവുന്ന എപ്പോഴും സ്കൂൾ ഗോയിങ് ഏജ് ഞാൻ ചെയ്താൽ ശരിയാവുമോ, തെറ്റിപ്പോകും എന്നുള്ള ഇൻഫീരിയർ കോംപ്ലക്സ് എപ്പോഴും ഡെവലപ്പ് ആകുമ്പോഴാണ് സ്കൂൾ ഗോയിങ് ഏജിലാണ്. ലാസ്റ്റ് അഡോളസൻസ് ആണോ? ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് അഡോളസൻസ് അല്ലേ? അവസാനം ചെയ്ത അഡോളസൻസ് പ്രായം എത്രയാ?
13 മുതൽ 18 വയസ്സ് വരെ. 13 മുതൽ 18 വയസ്സ് എന്താ? അഡോളസെൻസ് ആണ്. ഇവിടെ പ്രായമല്ല ഇമ്പോർട്ടന്റ്. ചോദ്യം ഇവിടെ എന്താ പറയുന്നത്? ഐഡന്റിറ്റി വെസ് റോൾ കൺഫ്യൂഷൻ അല്ലേ? ഐഡന്റിറ്റി വെസ് റോൾ കൺഫ്യൂഷൻ അല്ലേ? അല്ലേ അല്ലേ അല്ലേ? എന്താ സ്വന്തം? നിങ്ങൾ ഈ പ്രായത്തിൽ ഒരു 13-18 വയസ്സ് വരെ സ്വന്തമായിട്ട് എനിക്കൊരു ഐഡന്റിറ്റി വേണം എന്ന് ഡെവലപ്പ് ചെയ്യുന്നപ്പോഴാ, സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി വേണം എന്നൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോഴാ, ഈ പടത്തില് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഒക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്തപ്പോഴാ, അഡോളസൻസിലെ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഡെവലപ്പ് വന്നപ്പോഴാ, അഡോളസൻസിലെ. സോ 5 സ്റ്റേജ് ഓഫ് എറിക് എറിക്സൺ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ 5 സ്റ്റേജ് കിട്ടിയോ? എക്സാമിന് ഒരു ചോദ്യം ചോദിക്കും. കിട്ടിയോ? 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 ഞാനന്ന് ജസ്റ്റ് ഒരു തീർ പഠിച്ചുള്ളൂ അല്ലേ? ഞാൻ ഒരു തീർ പഠിച്ച, ഒറ്റ തീർ പഠിച്ചുള്ളൂ. ഒറ്റ തീറയില്ലേ? ഒരു തീറയില്ലേ? ഒറ്റ തീറയില്ലേ? ഒരു തീറി മാത്രമല്ലേ? അടുത്ത ദിവസം സൈക്കോ സെക്ഷൽ പഠിക്കണ്ടേ? സെക്ഷൽ പഠിക്കണ്ടേ? സൈക്കോ സെക്ഷൽ ഡെവലപ്പ് പഠിക്കണ്ടേ? പഠിക്കണ്ടേ? അത് അടുത്ത ദിവസം നോക്കാം. ഇന്ന് 8 മണി പഠിച്ചത്. 8 മണിക്ക് എന്താ പഠിച്ചത്? ഫസ്റ്റ് പഠിച്ച ആദ്യം 8 മണിക്ക് എന്താ പഠിച്ചത്? ഗ്രോസ് മോട്ടോറും അന്ത ഫൈൻ മോട്ടോറും അല്ലേ? ഇത് ഗ്രോസ് മോട്ടോറും ഫൈൻ മോട്ടോറും പറഞ്ഞു. ശേഷം സെക്കൻഡ് ക്ലാസ്സിൽ പറഞ്ഞു. സെക്കൻഡ് ക്ലാസ്സിൽ എന്ത് പറഞ്ഞു? ലാംഗ്വേജ് അല്ലേ? ലാംഗ്വേജ് പറഞ്ഞില്ലേ? പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് ക്ലാസ് ഇപ്പോ എന്ത് പറഞ്ഞു? ഇപ്പൊ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? എന്താ? ഡെവലപ്മെന്റ് തിയറി അല്ലേ? ഡെവലപ്മെന്റ് തിയറി അല്ലേ? സോ നമുക്ക് അടുത്ത ഈ വരുന്ന സൺഡേ കാണാം. സൺഡേ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി മൊത്തം പഠിക്കാം. ഓക്കെ, തയ്യാറാണോ? സൺഡേ രാത്രി, ഉച്ചയ്ക്ക്, രാവിലെ. ഇപ്പൊ ആഹാരം കൊണ്ടുവിടാം. ഇപ്പൊ ആഹാരം കൊണ്ടുവന്നിട്ടെ ആഹാരം കഴിക്കുക കേൾക്കുക കേട്ടോ. കേൾക്കുന്നുണ്ടോ? ആഹാരം കൊണ്ടുവന്ന് ഇപ്പൊ മുന്നിലിരുന്ന് കുട്ടികളെയും വെച്ച് കയ്യിലിരുന്ന് ക്യാമറയും മൈക്കും ഓഫ് ചെയ്ത് പഠിക്കുമോ? ക്യാമറയും മൈക്കും ഓഫ് ചെയ്ത് കണ്ട് പഠിക്കും. എന്ത് ഇരുന്നാലും, എവിടെ ഇരുന്നാലും, എന്ത് കൊണ്ടുവന്നാലും, എവിടെ ഇരുന്നാലും ക്യാമറയും മൈക്ക് പഠിക്കോ? പഠിക്കോ? കുഞ്ഞിരിക്കട്ടെ, ബസ്സിൽ പോവുകയാണ്, ട്രെയിനിൽ പോവുകയാണ്, എവിടെയാണെങ്കിലും പഠിക്കോ? പഠിക്കോ? ആ 3 ക്ലാസ് പഠിക്കോ? മൊത്തം പീഡിയാട്രിക്, മൊത്തം പീഡിയാട്രിക്. സൺഡേ ഫുള്ള് പീഡിയാട്രിക്, ഫുള്ള് പീഡിയാട്രിക്. പഠിക്കും, പഠിക്കും, പഠിക്കോ? പറഞ്ഞു പഠിക്കോ? ഇത് കഴിഞ്ഞാൽ പറയാനുമില്ല. ഇത് കഴിഞ്ഞാൽ പഠിക്കാൻ പറയാനുമില്ല. ഞാൻ കാണത്തില്ല പറഞ്ഞ. ഇത് കഴിഞ്ഞാൽ പഠിക്കും.